ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ 3-ലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന ടോപ്പിക്കാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നോർമലി 2019 സ്കീമിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 സ്കീമിൽ നമുക്കിത് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സെപ്ഷനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഒരു എക്സെപ്ഷൻ ജനറേറ്റ് കഴിഞ്ഞാൽ ഹൗ വി ഹാൻഡിൽ ദാറ്റ് എക്സെപ്ഷൻ. നോർമൽ നമ്മുടെ ജാവയിൽ ഒരു ഫീച്ചർ തന്നെയാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് A = 20/0 എന്ന് കൊടുത്തു. അപ്പോൾ 20/0 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ അതെന്താണ്, നമുക്ക് അതിനൊരു മീൻസ് ഒരു റിസൾട്ട് ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രോഗ്രാം അവിടെ വെച്ചിട്ട് അങ്ങ് സ്റ്റക്കായി പോവും. ബാക്കി അവിടെ ഒന്നും നമുക്ക് ഔട്ട്പുട്ട് വരത്തില്ല. മനസ്സിലായോ? അതിനെയാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അതൊരു എക്സെപ്ഷനാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ. അങ്ങനെ ഡിഫറെൻറ്റ് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ താഴെയുള്ള കോഡെന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും, ഈ ഒരു കോഡിൽ മാത്രമാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ആ കോഡ് പക്ഷേ അത് വെച്ചിട്ടങ്ങ് സ്റ്റക്കായി നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യത്തില്ല. സോ ഇങ്ങനെ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഇങ്ങനത്തെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് റൺ ചെയ്യും. കാരണം ഇപ്പം നമ്മുടെ ഒരു 100 ലൈൻസ് ഓഫ് കോഡിൽ ഒരു 98 ലൈനിലാണ് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്കി എല്ലാ ലൈൻസ് ഓഫ് കോഡും കറക്റ്റാണ്. ഈ ഒരു 98 ലൈനിൽ മാത്രം വരുന്ന ഇതാണെങ്കിൽ ഒരു ഔട്ട്പുട്ടും വരത്തില്ല. പക്ഷെ ആ എക്സെപ്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ ജാവ പ്രോഗ്രാമിനുണ്ട്. അങ്ങനെ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ ഹോൾ പ്രോഗ്രാംസ് ഒരു ഡിസ്റ്റർബൻസും കൂടാതെ റൺ ആകും, പ്രൊവൈഡഡ് നമ്മുടെ എക്സെപ്ഷൻ ഹാസ് ഹാൻഡിൽഡ് ദെയർ. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഞാൻ തിയറിയാണ് പറയുന്നത്. തിയറി പറഞ്ഞിട്ട് ഞാൻ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. സോ ആദ്യം എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പറയുന്ന മുന്നേ എന്താണ് എക്സെപ്ഷൻ എന്ന് പറയണം. അതിലൊരു എക്സെപ്ഷൻ ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ സോ എക്സെപ്ഷൻ ഈസ് എൻ അബ്നോർമൽ കണ്ടീഷൻ. ഒരു നോർമൽ കണ്ടീഷൻ അല്ല, ഒരു അബ്നോർമൽ കണ്ടീഷനാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. എക്സെപ്ഷൻ ഈസ് എൻ ഈവൻറ്റ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഈവൻറ്റ് ദാറ്റ് ഡിസ്റ്റർബ്സ് ദ നോർമൽ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു നോർമൽ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം ആയിരുന്നു. ഈ 98 ലൈൻ, അത് 97th ലൈൻ വരെ കറക്റ്റായിരുന്നു. പക്ഷേ 98th ലൈൻ എത്തിയപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ആ നോർമൽ ഫ്ലോയിനെ ഡിസ്റ്റർബ് ചെയ്തു. അതിനാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. So exception is an event that disrupts the normal flow of the program. It is an abnormal condition. മാത്രമല്ല എക്സെപ്ഷനെ നമ്മളൊരു ഒബ്ജക്റ്റ് എന്ന് കൂടെ പറയും. അത് നോർമലി റൺ ചെയ്യുമ്പോൾ അല്ലേ നടക്കുന്നത്. സോ അത് ത്രോ ചെയ്യുന്നത് അറ്റ് റൺ ടൈമാണ്. സോ ഇറ്റ് ഈസ് എൻ ഒബ്ജക്റ്റ് വിച്ച് ഇസ് ത്രോൺ അറ്റ് റൺ ടൈം. സോ ഇതാണ് എക്സെപ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്താണെന്ന് നോക്കാം. Okay, exception handling in Java is one of the powerful mechanisms to handle the runtime errors so that normal flow of the application can be maintained. അതായത് നമ്മുടെ ഈ ഒരു എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസറപ്റ്റ് ചെയ്ത നോർമൽ ഫ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യാം, റെസ്യൂം ചെയ്യാൻ പറ്റും എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഒരു റൺ ടൈം എറേഴ്സ് അല്ലേ അത്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ റൺ ടൈം എറർ, അതിനെന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നോർമൽ ഫ്ലോ ഓഫ് ദ ആപ്ലിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എക്സെപ്ഷൻ ഇസ് എ മെക്കാനിസം ടു ഹാൻഡിൽ ഏതൊക്കെയാണ് റൺ ടൈം എറേഴ്സ്. ഒന്ന് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ, റിമോട്ട് എക്സെപ്ഷൻ, ദെൻ അർത്തമെറ്റിക് എക്സെപ്ഷൻ, ഡിവൈഡ് ബൈ 0 എക്സെപ്ഷൻ. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ 0 എക്സെപ്ഷനാണ്, അർത്തമെറ്റിക് എക്സ്പ്രഷനാണ്. സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇനി ലേറ്റർ ഓൺ പഠിക്കും. സം ഓഫ് ദ എക്സെപ്ഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്.
Okay. Then, so what is the advantage of exception handling? നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ, മെയിൻറ്റെയിൻ ദ നോർമൽ ഫ്ലോ ഓഫ് ദ ആപ്ലിക്കേഷൻ. ആൻഡ് എക്സെപ്ഷൻ നോർമലി ഡിസ്റ്റർബ്സ് ദ നോർമൽ ഫ്ലോ ഓഫ് ആപ്പ്, ദാറ്റ് ഇസ് why we use exception handling. So what is the usage of exception handling, or what are the advantage of exception handling എന്ന് പറഞ്ഞാൽ it resumes the normal flow of the program which is disrupted by the exception. Okay, so നമുക്ക് ആ ഒരു പേരും തന്നെ ഉണ്ട്. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ജാവ എക്സെപ്ഷൻ നോക്കാം. ദർ ആർ മെയിൻലി 2 types of exceptions. ചെക്ക്ഡ് എക്സെപ്ഷൻ, അപ്പം നമ്മൾ ഒരു റൺ ടൈം എറേഴ്സ് സം ഓഫ് ദ എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഈ ഒരു എക്സെപ്ഷൻ ഈ ഒരു 2 കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഏതൊക്കെ 2 കാറ്റഗറി? ചെക്ക്ഡ് ആൻഡ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. ഓക്കെ, ചെക്ക്ഡ് ആൻഡ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. അതിൽ നോർമലി നമുക്ക് 2 types ഓഫ് എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ ഒരാക്കളുടെ ഇതിൽ 3 type ഓഫ് എക്സെപ്ഷനാണ്. എറർ എക്സെപ്ഷനും കൂടെ വരും. പക്ഷെ നിങ്ങൾ ചെക്ക്ഡ് ആൻഡ് അൺചെക്ക്ഡ് എക്സെപ്ഷനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയാകും. ഓക്കെ, നെക്സ്റ്റ് ഇസ് അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് ചെക്ക്ഡ് എക്സെപ്ഷൻ. Checked exception means the class which directly inherit throwable class except runtime exception and error are known as checked exception. അതായത് ചെക്ക്ഡ് എക്സെപ്ഷൻ നോർമലി കമ്പൈൽ ടൈമിലാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു 2 എക്സെപ്ഷൻ നോർമലി ത്രോൺ ചെയ്യുന്നത് റൺ ടൈം ആണെന്ന് പറഞ്ഞു. എന്നാൽ കമ്പൈൽ ടൈമിലും ചെക്ക് ചെയ്യുന്ന എക്സെപ്ഷനുണ്ട്. അതിനാണ് ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ചെക്ക്ഡ് എക്സെപ്ഷൻ ആർ ചെക്ക്ഡ് അറ്റ് കമ്പൈൽ ടൈം. ഓക്കെ, വിച്ച് ഡയറക്റ്റ്ലി ഇൻഹെറിറ്റ് ഏത് ക്ലാസ് ആണെന്നും കൂടെ പഠിച്ചു വയ്ക്കണം. ത്രോവബിൾ ക്ലാസ്. ത്രോവബിൾ നമ്മൾ ഈ പറയുന്ന എക്സെപ്ഷൻ എല്ലാം അത് ഓരോ മെത്തേഡ്സ് ആണ്. ആ മെത്തേഡെല്ലാം ഓരോ ക്ലാസ്സിൻ്റെ അകത്തല്ലേ ഉണ്ടാവുന്നത്. അത് ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് അതിൻ്റെ അകത്ത് വരുന്ന മെത്തേഡ്സ് എല്ലാം ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ത്രോവബിൾ ക്ലാസ്സിനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ എക്സെപ്ഷൻസ് ഒഴിച്ച്? യെസ്, റൺ ടൈം എക്സെപ്ഷൻ ആൻഡ് എറർ. റൺ ടൈം എക്സെപ്ഷനും എററും ഒഴിച്ച് ബാക്കി എല്ലാം വരുന്ന ഏത് ക്ലാസ്സിലാണ്? ക്ലാസ്സിലുള്ള എക്സെപ്ഷനാണ് ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. അപ്പം അത് എപ്പോഴായിരിക്കും ചെക്ക് ചെയ്യുന്നത്? യെസ്, ദേ ആർ ചെക്ക്ഡ് അറ്റ് റൺ ടൈം. അൺചെക്ക്ഡ് എക്സെപ്ഷൻ ആർ ചെക്ക്ഡ് അറ്റ് റൺ ടൈം. ഓക്കെ, ഏത് ക്ലാസ്സിനെയാണ് അത് ഇൻഹെറിറ്റ് ചെയ്യുന്നത്? Classes which inherit runtime exception are known as unchecked exception, which is checked at runtime. Okay, അതിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് അർത്തമെറ്റിക് എക്സെപ്ഷനും നൾ പോയിൻ്റർ എക്സെപ്ഷനും. ചെക്ക്ഡ് എക്സെപ്ഷൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലേ, IO എക്സെപ്ഷനും SQL എക്സെപ്ഷനും. ദെൻ അൺചെക്ഡിൻ്റെ അകത്ത് വരുന്നതാണ് അർത്തമെറ്റിക് എക്സെപ്ഷനും നൾ പോയിൻ്റർ എക്സെപ്ഷനും. ഓക്കെ, അപ്പം 2-3 എക്സെപ്ഷൻ്റെ പേര് അറിഞ്ഞിരിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം ഏതൊക്കെ എക്സെപ്ഷൻസ് ആണ് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ചെക്ക്ഡ് എക്സെപ്ഷൻ ആർ ചെക്ക്ഡ് അറ്റ് കമ്പൈൽ ടൈം വിച്ച് ഡയറക്ട്ലി ഇൻഹെറിറ്റ് ത്രോവബിൾ ക്ലാസ് എക്സെപ്റ്റ് റൺ ടൈം എക്സെപ്ഷൻ ആൻഡ് എറർ എക്സെപ്ഷൻ. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ IO എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ ഓർത്ത് വെച്ചേക്കുക. ഇനി അൺചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ചെക്ക്ഡ് അറ്റ് റൺ ടൈമിലാണ്. അത് ഡയറക്റ്റ്ലി ഇൻഹെറിറ്റ് ചെയ്യുന്ന റൺ ടൈം എക്സെപ്ഷന് തന്നെയാണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്തമെറ്റിക് എക്സെപ്ഷനും നൾ പോയിൻ്റർ എക്സെപ്ഷൻ. ദെൻ തേർഡ് എറർ എക്സെപ്ഷൻ. ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എറർ എക്സെപ്ഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനത്തെ എക്സെപ്ഷൻ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ 2 എക്സെപ്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സെപ്ഷൻ നമുക്കങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് ആർ നോൺ ആസ് എറർ എക്സെപ്ഷൻ വിച്ച് ഇസ് റിക്കവറബിൾ. സോ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് മെമ്മറി എറർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ഇല്ലേ, നമുക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ആ മെമ്മറി സ്പേസ് നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സെപ്ഷൻ റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ടൈപ്പ് ഓഫ് എക്സെപ്ഷനാണ് എറർ എക്സെപ്ഷൻ. അതേപോലെ വെർച്വൽ മെഷീൻ എറർ, അസേർഷൻ എറർ, ഇതെല്ലാം വരുന്നതാണ് എറർ എക്സെപ്ഷൻ. സോ എറർ എക്സെപ്ഷൻസ് ആർ ഇർറിക്കവറബിൾ എന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ഇസ്
അപ്പോൾ ഇത്രയാണ് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ തന്നത്. എന്താണ് ഒരു എക്സെപ്ഷൻ, എന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സെപ്ഷൻ കീവേഡ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100% ഷുവറാണ് ഇതിൽ ഈ പറയുന്ന 5 എക്സെപ്ഷനിൽ ഏതെങ്കിലും 2-3 ചോദിക്കും. അപ്പോൾ ഈ 5 എക്സെപ്ഷൻ കീവേഡ്സ് കറക്റ്റായിട്ട് പഠിക്കുക. പക്ഷെ വളരെ സിമ്പിളാണ് ഈ 5 എക്സെപ്ഷന്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. സോ ഏതൊക്കെ എക്സെപ്ഷൻ കീവേഡ്സ് ആണ് നമുക്ക് നോക്കാം. ആക്ച്വലി ദർ ആർ 3 കീവേഡ്സ് ഫോർ ഹാൻഡ്ലിംഗ് എക്സെപ്ഷൻ ഇൻ ജാവ. ഫസ്റ്റ് വൺ ഇസ് ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രൂ, ത്രോസ്. നോർമലി ത്രൂവും ത്രോസിൻ്റെയൊക്കെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ദെൻ യൂസേജ് ഓഫ് ട്രൈ ആൻഡ് ക്യാച്ച് എക്സെപ്ഷൻ ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് എ യൂസേജ് ഓഫ് ഫൈനലി എക്സെപ്ഷൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാറുണ്ട്. ഷോർട്ട് ആൻസറും ക്വസ്റ്റ്യൻ ചോദിക്കാം, എസ്സേയും ചോദിക്കാം, എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എക്സെപ്ഷൻ കീവേഡ്സ് ഇൻ ജാവ? ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രൂ ആൻഡ് ത്രോസ്. അതിൽ ജസ്റ്റ് ഞാൻ ഈ കീവേഡ് എന്താണെന്നുള്ള പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒന്ന് ഒരു ഓവറോൾ ഐഡിയ തരികയാണ് കേട്ടോ. അതിന് ട്രൈ കീവേഡ്. അപ്പോൾ ട്രൈ കീവേഡിൻ്റെ അകത്ത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ ബ്ലോക്ക് വെർ വി ഷുഡ് പ്ലേസ് എക്സെപ്ഷൻ കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രൈ എന്ന് പറയുന്ന ഒരു ബ്ലോക്കിൻ്റെ അകത്താണ് നമുക്ക് എക്സെപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ബ്ലോക്കാണ് എന്തെന്ന് പറയുന്നത് ട്രൈ. അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് എക്സാമ്പിൾ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു കാര്യം കൂടെ ഞാനവിടെ പറയട്ടെ. ഇറ്റ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ഐദർ ക്യാച്ച് ഓർ ഫൈനലി. ഇറ്റ് മീൻസ് വി കാൺട്ട് യൂസ് ട്രൈ ബ്ലോക്ക് എലോൺ. ട്രൈ ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് നമുക്കതിനെ ആ ബ്ലോക്കിനെ എഴുതാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ഐദർ ബൈ ദ ക്യാച്ച് ഓർ ഫൈനലി എക്സെപ്ഷൻ, ഫൈനലി കീവേഡ്. നമ്മൾ നോർമലി ട്രൈ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തും വേണം? ക്യാച്ച് വേണം. ഫൈനലി നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. കൂടുതൽ നമ്മൾ ട്രൈൻ്റെ കൂടെ ആരും വേണം? ക്യാച്ച് വേണം. അപ്പോൾ ട്രൈ ക്യാച്ച് കീവേഡ് നമുക്ക് അങ്ങനെയും പറയാം. ഓക്കെ, അപ്പം അതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ട്രൈ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ക്യാച്ച് എക്സെപ്ഷൻ, ക്യാച്ച് കീവേഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. ഈ ക്യാച്ച് മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ട്രൈയും കൂടെ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ എന്ന് അങ്ങനെ പഠിക്കാം. അപ്പോൾ എന്തിനാണ് ഈ ട്രൈ യൂസ് ചെയ്യുന്നത്? ട്രൈ യൂസ് ചെയ്യുന്ന നമുക്ക് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള കോഡിനെ പ്ലേസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ട്രൈ എന്ന് പറയുന്നത്. ക്യാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന അതിൽ വരുന്ന എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ക്യാച്ച് എന്ന് പറയുന്നത്. സോ ക്യാച്ച് ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ ദ എക്സെപ്ഷൻ. ട്രൈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വേർ വി പ്ലേസ് ദ എക്സെപ്ഷൻ കോഡ്. ഇനി ഈ ക്യാച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിസീഡഡ് ബൈ ദ ട്രൈ ബ്ലോക്ക് അല്ലേ? ട്രൈ ബ്ലോക്ക് ക്യാച്ച് ബ്ലോക്കിന് തൊട്ട് മുന്നെയാണ് ആര് വരുന്നത്? ട്രൈ ബ്ലോക്ക് വരുന്നത്. വിച്ച് മീൻസ് വി കാൺട്ട് യൂസ് ക്യാച്ച് ബ്ലോക്ക് എലോൺ. ക്യാച്ച് ബ്ലോക്കിനെ നമുക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റത്തില്ല. അതേപോലെ നമുക്ക് ട്രൈ ബ്ലോക്കിനെയും ഒറ്റയ്ക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ ഫൈനലി ബ്ലോക്ക് ലേറ്റർ. അതിന് നമുക്ക് ഫൈനലി ബ്ലോക്ക് അത് വേണമെങ്കിൽ ഇതിന് ശേഷം ഫൈനലി ബ്ലോക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത്ര ഓർത്ത് വയ്ക്കുക. ട്രൈ വന്ന് അവിടെ ക്യാച്ച് വേണം, ക്യാച്ച് വന്ന് അവിടെ ട്രൈയും വേണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിൻ്റെ സിൻടാക്സ് വരുന്നത് എങ്ങനെയാണ്? സിൻടാക്സ് ഓഫ് ജാവ ട്രൈ ക്യാച്ച് നോക്കിക്കേ. ട്രൈ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് അല്ലേ. സോ വി ഷുഡ് സ്പെസിഫൈ വിത്തിൻ ദ ബ്രേസസ് ബ്ലോക്ക് ഓഫ് കോഡ് ദാറ്റ് മീ ട്രൂ ആൻഡ് എക്സെപ്ഷൻ. എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എവിടത്തിനകത്ത് കൊടുക്കും? ട്രൈൻ്റെ അകത്ത് കൊടുക്കും. അടുത്ത ക്യാച്ചിൻ്റെ അകത്ത് നമ്മൾ എന്താണ് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ലൈൻസ് ഓഫ് കോഡ് എഴുതും. എന്തിനു വേണ്ടി? ടു ഹാൻഡിൽ എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ട്രൈൻ്റെ അകത്ത് സെറ്റ് ഓഫ് ലൈൻസ് ഓഫ് കോഡ് എഴുതും. എന്തിനു വേണ്ടിയിട്ട്? ദാറ്റ് മേ ത്രൂ ആൻഡ് ജനറേറ്റ് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യണമെന്നില്ല, പക്ഷെ ചാൻസ് ഉള്ള മേ ത്രൂ ആൻഡ് എക്സെപ്ഷൻ ത്രൂ ചെയ്യാനുള്ള ഇത് ബ്ലോക്കാണ്, കോഡാണ് ട്രൈൻ്റെ അകത്ത് എഴുതുന്നത്. അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബ്ലോക്കാണ് ക്യാച്ചിൻ്റെ അകത്ത് എഴുതുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണും. ട്രൈ ഒറ്റയ്ക്ക് എഴുതാൻ പറ്റത്തില്ല, ക്യാച്ച് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റത്തില്ല.
അവിടെ ആ ട്രൈനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ക്യാച്ചിൻ്റെ അകത്തിരിക്കുന്നത്. അതും ക്യാച്ച് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ട്രൈ ബ്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ട്രൈ ബ്ലോക്കും ക്യാച്ച് ബ്ലോക്കും വി കാൺ പ്ലേസ് അലോൺ. ഓക്കെ, അപ്പോൾ ക്യാച്ചിൻ്റെ അകത്ത് എക്സെപ്ഷൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ്. അതിൻ്റെ ഒബ്ജക്റ്റായ ഇയും കൂടെ നമ്മൾ ബ്രാക്കറ്റിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം. അപ്പം ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ക്ലാസ് ട്രൈ ക്യാച്ച് എക്സാമ്പിൾ. ഈ ഒരു ക്ലാസ്സിൻ്റെ പേര് ട്രൈ ക്യാച്ച് എക്സാമ്പിൾ. സ്റ്റാറ്റിക് വോയിഡ് മെയിൻ അതിൻ്റെ അകത്ത് ഇൻറ്റ് ഡേറ്റ ഈസ് ഈക്വൽ ടു 50/0 എന്ന് കൊടുത്തു. അപ്പം ഇങ്ങനത്തെ ഒരു എക്സെപ്ഷൻ ഇതെന്തായാലും ഒരു എക്സെപ്ഷൻ ത്രൂ ചെയ്യും. കാരണം എന്താണ്? 50/0 എന്ന് പറഞ്ഞൊരു ഡിവൈഡ് ബൈ 0 നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടത്തില്ല, എന്തായാലും എറർ വരും. എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം റെസ്റ്റ് ഓഫ് ദ കോഡും വന്നു. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഇൻറ്റ് 50/0 ഈസ് ഈക്വൽ ടു അത് വന്നു കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷൻ ത്രൂ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ആണ് ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. എങ്ങനെ വരുമെന്ന് നോക്കിക്കേ. എക്സെപ്ഷൻ ഇൻ ത്രെഡ് മെയിൻ java.lang.arithmetic എക്സെപ്ഷൻ. ഇത് ഏത് എക്സെപ്ഷനാണ്? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എൻ അർത്ഥമെറ്റിക് എക്സെപ്ഷൻ. ഡിവൈഡ് ബൈ 0 അതൊരു അർത്ഥമെറ്റിക് എക്സെപ്ഷനാണ്. അതിൻ്റെ അർത്ഥമെറ്റിക് എക്സെപ്ഷനകത്ത് തന്നെ കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന എക്സെപ്ഷനാണ് ബൈ 0, മീൻസ് ഡിവൈഡ് ബൈ 0. ഇവിടെ ഡിവൈഡ് ബൈ 0 വരുന്നത്. അത് ഏത് എക്സെപ്ഷൻ്റെ അകത്താണ്? യെസ്, ഡെഫിനറ്റ്ലി അർത്ഥമെറ്റിക് എക്സെപ്ഷനാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. java.lang.arithmetic എക്സെപ്ഷൻ. ലാങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാക്കേജാണ്. അതിൻ്റെ അകത്തുള്ളൊരു ക്ലാസ്സാണ് അർത്ഥമെറ്റിക് എക്സെപ്ഷൻ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ഒരു ട്രൈ ക്യാച്ച് എക്സാമ്പിൾ 1 ഇതിൻ്റെ പേരെന്താ? ഈ ക്ലാസ്സിന് ട്രൈ ക്യാച്ച് എക്സാമ്പിൾ 1. അപ്പോൾ ഈ ട്രൈ ക്യാച്ച് എക്സാമ്പിൾ 1ൻ്റെ അകത്ത് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അല്ല എൻ്റെ വാല്യൂ ഔട്ട്പുട്ട് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? ഈവൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇവിടെ തെറ്റുള്ളൂ അല്ലേ? ഇൻറ്റ് ഡേറ്റ ഈസ് ഈക്വൽ ടു 50/0 അത് മാത്രമേ ഇവിടെ റോങ് ആയിട്ടുള്ളൂ. പക്ഷേ അതിന് ശേഷമുള്ള കോഡ് എന്തെങ്കിലും റോങ് ഉണ്ടോ? സോ നോർമലി ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം റെസ്റ്റ് ഓഫ് ദ കോഡ് ഇതിൽ എന്തെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് കാണുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നോർമൽ ഒരു ഈ റെസ്റ്റ് ഓഫ് ദ കോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പ്രിൻ്റ് ചെയ്യുക, ഒരു എററും കാണുന്നില്ല. പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഈ പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോയിനെ എന്ത് ചെയ്യാണ്? ഡിസറപ്റ്റ് ചെയ്യാണ്. അപ്പോൾ നോർമലി ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കീവേഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ ഇല്ലേന്ന് നോക്കാം. അപ്പോൾ സൊല്യൂഷൻ ബൈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസിങ് ട്രൈ ക്യാച്ച് ബ്ലോക്ക്. അപ്പോൾ ട്രൈ ക്യാച്ച് ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നു. എങ്ങനെ? ഞാൻ ഇങ്ങനെ കൊടുത്തു പബ്ലിക് ക്ലാസ് മെയിൻ, പബ്ലിക് സ്റ്റാറ്റ്. ഇത് ഞാൻ മെയിൻ എന്ന് പറഞ്ഞ ക്ലാസ് നെയിമാണ് കൊടുത്തത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ട്രൈ ക്യാച്ച് എക്സാമ്പിൾ 1 വരെ ഞാൻ മെയിൻ എന്ന് കൊടുത്തു, ആ വ്യത്യാസമേ ഉള്ളൂ. ദെൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. എന്നിട്ട് ഞാൻ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത ആ ഒരു ലൈൻ ഓഫ് കോഡ് ഏതാണ് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത ലൈൻ ഓഫ് കോഡ്? ഇതല്ലേ? ആ ഒരു കോഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു? എവിടെ കൊണ്ട് എഴുതുന്നു? നോക്കിക്കേ. യെസ്, വിത്തിൻ ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് എഴുതുന്നു. ദാറ്റ് ഈസ് ട്രൈ വിത്തിൻ ബ്രേസിൻ്റെ അകത്ത് എന്ത് കൊടുക്കുന്നു? ഇൻറ്റ് ഡേറ്റ ഈസ് ഈക്വൽ ടു 50/0. കാരണം എന്താണ്? യെസ്, ഡെഫിനറ്റ്ലി ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റാണ് എൻ്റെ നോർമൽ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാമിനെ ഡിസറപ്റ്റ് ചെയ്തത്. സോ ആ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ എവിടെ കൊണ്ട് ഇട്ടു? ട്രൈൻ്റെ അകത്ത് ഇട്ടു. അപ്പോൾ ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ബ്ലോക്കിനെയാണ് ട്രൈൻ്റെ അകത്ത് ഇട്ടത്. ഞാൻ അതെടുത്ത് ട്രൈൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി ട്രൈ മാത്രമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ വിച്ച് ബ്ലോക്ക്? ക്യാച്ച് ബ്ലോക്ക്. അതാണ് അടുത്ത് വരുന്നത്. അപ്പോൾ നോർമലി ക്യാച്ച് എക്സെപ്ഷൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം എക്സെപ്ഷൻ ഒക്കേർഡ്. അവിടെ ഞാൻ വേറൊന്നും കൊടുത്തില്ല, ഒരു എക്സെപ്ഷൻ ഒക്കേർഡ് ചെയ്തു എന്ന് മാത്രമേ ഞാൻ എവിടെ കൊടുത്തുള്ളൂ? ക്യാച്ചിൻ്റെ അകത്ത് കൊടുത്തുള്ളൂ. കാരണം മുകളിൽ ട്രൈൻ്റെ അകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്, ആ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എവിടെ കൊടുത്താൽ മതിയാവും? ക്യാച്ചിൻ്റെ അകത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ക്യാച്ചിൻ്റെ അകത്ത് എന്ത് കൊടുത്തു? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം എക്സെപ്ഷൻ ഒക്കേർഡ്. എന്നിട്ട് എൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു ഇവിടെ? യെസ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം റെസ്റ്റ് ഓഫ് കോഡ്. അതായത് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, അത് ഞാൻ കൊടുത്തു.
നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും, ജസ്റ്റ് നോക്കാം എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ. ഇത് ഞാൻ റൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ട്പുട്ടാണ്. എക്സെപ്ഷൻ ഒക്കേർഡ് റെസ്റ്റ് ഓഫ് ദ കോഡ്. എന്താണ്, ട്രൈ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു, അതിനെ ഞാൻ എവിടെ ക്യാച്ച് ചെയ്തു, ക്യാച്ച് ബ്ലോക്കിൻ്റെ അകത്ത് ക്യാച്ച് ചെയ്തു. അപ്പോൾ അവിടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ വെച്ച് തീർന്നു. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ, റെസ്റ്റ് ഓഫ് ദ കോഡ്. അത് അങ്ങനെ തന്നെ വരും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ടാണ് എക്സെപ്ഷൻ ഒക്കേർഡ്. കാരണം എന്താണ്, ഓൾറെഡി എക്സെപ്ഷൻ അവിടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു, ഒക്കർ ചെയ്തു എന്നുള്ളൊരു ഔട്ട്പുട്ട് അവിടെ വന്നില്ലേ. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, അത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് ബാക്കി നോർമൽ ഫ്ലോയിനെ ഒരു ഡിസറപ്ഷനും ഇല്ലാതെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ദിസ് ഈസ് ദ യൂസേജ് ഓഫ് ട്രൈ ക്യാച്ച്. ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നോർമൽ ഫ്ലോയിനെ എന്ത് ചെയ്യാം, ഒരു അബ്നോർമാലിറ്റി ഇല്ലാതെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. ഇതാണ് യൂസേജ് ഓഫ് ട്രൈ ക്യാച്ച്. വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് ട്രൈ ക്യാച്ച് എന്ന് ചോദിക്കും. ജസ്റ്റ് നിങ്ങൾ എഴുതുക വാട്ട് ഈസ് എക്സെപ്ഷൻ, വാട്ട് ഈസ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ദെൻ എന്താണ് ട്രൈ എക്സെപ്ഷൻ എഴുതുക, എന്താണ് ക്യാച്ച് എക്സെപ്ഷൻ എന്ന് എഴുതുക. ഇനി ഒരു എക്സാമ്പിളും എഴുതുക, അതിൻ്റെ ഔട്ട്പുട്ടും പറയുക. ഇത് രണ്ടും വേണം കേട്ടോ. എക്സാമ്പിൾ ചോദിക്കുമ്പം അതിൻ്റെ സിൻടാക്സും എഴുതണം, ഈ പറയുന്ന സിൻടാക്സും എഴുതണം. ഇതുവരെ പറയുന്ന സിൻടാക്സും എഴുതണം. ദെൻ വിത്തൗട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും എഴുതണം. പിന്നെ സൊല്യൂഷൻ ബൈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ഇത് രണ്ടും എഴുതേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ക്യാച്ചിൻ്റെ ഏകദേശം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് ഫൈനലി ബ്ലോക്കിൻ്റെ നോക്കാം. ഓക്കെ, ഫൈനലി ബ്ലോക്ക് പറയുന്ന മുന്നേ ഞാൻ കോമൺ സിനാരിയോസ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. കോമൺ സിനാരിയോസ്, ഞാൻ ഇത്ര എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു എക്സെപ്ഷനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, അർത്ഥമാറ്റിക് എക്സെപ്ഷൻ. അതേപോലെ എത്ര എക്സെപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ സിനാരിയോസ് മാത്രം ഒന്ന് നോക്കാം. കുറേ സിനാരിയോസ് ഉണ്ട്, നമുക്കൊരു 4 സിനാരിയോസ് നോക്കാം. അതിൽ ആദ്യത്തെ സിനാരിയോ എന്ന് പറയുന്നത് അർത്ഥമാറ്റിക് എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നത്. അർത്ഥമാറ്റിക് എക്സെപ്ഷൻ ഇവിടെ ഒക്കർ ചെയ്യുന്നത് ഇപ്പോൾ നോക്കിക്കേ, ഇഫ് വി ഡിവൈഡ് any number by 0, then there occurs an arithmetic exception. So ഇവിടെ നിങ്ങൾക്ക് കാണാം, അപ്പം ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ അതൊരു അർത്ഥമെറ്റിക് എക്സെപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്തത് നൾ പോയിൻ്റർ എക്സെപ്ഷൻ. നൾ പോയിൻ്റർ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വേരിയബിളിൻ്റെ അകത്തൊരു നൾ വാല്യൂ ആണ് കൊടുത്തത്. ഇവിടെ നോക്കിക്കേ, സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു നൾ. അതിലെന്തെങ്കിലും നമ്മൾ ഒരു നൾ വാല്യൂവിൽ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇവിടെ എസ് അല്ലേ, എസിൻ്റെ അകത്ത് നൾ, അതായത് ഒരു വാല്യൂ ഇല്ലാത്തതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നു. ഫോർ എക്സാമ്പിൾ എസ് ഡോട്ട് ലെങ്ത് എന്ന് കൊടുക്കുന്നു. എസ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ്. സ്ട്രിങ് വല്ലതും ഉണ്ടോ, നള്ളാണ്. അപ്പം അങ്ങനെ വരുന്ന കേസ് വരുമ്പോഴത്തേക്കും ഒരു നൾ പോയിൻ്റർ എക്സെപ്ഷൻ ത്രോ ചെയ്യും. കാരണം ആ ഒരു നള്ളിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അത് വിൽ ത്രോ എ നൾ പോയിൻ്റർ എക്സെപ്ഷൻ. ഓക്കെ, സോ ഒരു സ്ട്രിങ് ഇപ്പം നള്ളാണെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ഒരു ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ജനറേറ്റ് ആൻഡ് നൾ പോയിൻ്റർ എക്സെപ്ഷൻ. അപ്പോൾ ഇവിടെ 2 എക്സെപ്ഷനെ നിങ്ങൾ കുറിച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും എക്സെപ്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇതങ്ങനെ 2 എഴുതി വെച്ചാൽ മതിയാവും. അർത്ഥമെറ്റിക് എക്സെപ്ഷനും നമ്മൾ പഠിച്ചു, നൾ പോയിൻ്റർ എക്സെപ്ഷനും പഠിച്ചു. ഇനി നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ ഒക്കേഴ്സ്. നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റോങ് ഫോർമാറ്റിംഗ് വരുമ്പോഴത്തേക്കും, കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക, ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു എ ബി സി. സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു എ ബി സി. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഇൻറ്റ് ഐ ഇസ് ഈക്വൽ ഇൻറ്റിജർ ഡോട്ട് പാർസ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പാർസ് ഇൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ സ്ട്രിങ്ങിൻ്റെ അകത്ത് എസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് ആണ്, അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇൻറ്റിജറായിട്ട് അത് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിൻ്റെ ഡിജിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ എന്താ വരുന്നത്, കാരണം ഇതിനെ നമ്മൾ ഡിജിറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതൊരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യും. കാരണം എസിൻ്റെ അകത്ത് നിന്ന് സ്ട്രിങ് നമുക്ക് വേണ്ടത് ഐ എന്ന് പറഞ്ഞ ഇൻറ്റിജറാണ്.
അങ്ങനെ വരത്തില്ല. അങ്ങനെ വരുന്ന ടൈപ്പാണ് നമ്മൾ നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ട് മിസ്മാച്ച് ഉണ്ടാവുന്നു, നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ. ഓക്കെ, ഇനി അത് നമ്മൾ നോർമലി നെക്സ്റ്റ് ഇൻഡിൽ സ്കാനർ ക്ലാസ്സിൻ്റെ അവിടെ കണ്ട ഒരു കാര്യമാണ് അല്ലേ. ഇനി അടുത്ത സിനാരിയോ എന്ന് പറയുന്നത് അറേ ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. അത് വളരെ സിമ്പിളാണ്. അതായത് സപ്പോസ് ഞാൻ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ അറേ സൈസ് എത്ര കൊടുത്തിരിക്കുന്നത്? ഇവിടെ അറേ സൈസ് ഞാൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? യെസ്, 5 ആണ് കൊടുത്തിരിക്കുന്നത്. ആ 5 ആണ് ഞാൻ അറേ സൈസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എ ഓഫ് 10ൻ്റെ അകത്ത് 50 ഇടാനായിട്ട് ശ്രമിക്കുന്നു. എ ഓഫ് 10 എന്ന് പറഞ്ഞൊരു ബൗണ്ട് ഉണ്ടോ? അറേ മീൻസ് ഇൻഡെക്സ് ഉണ്ടോ? ഇല്ല. 5 എന്ന് പറഞ്ഞാൽ എ ഓഫ് 0 to എ ഓഫ് 4 വരെ ഉള്ളൂ. പക്ഷെ ഞാൻ ഏത് ഇൻഡെക്സിൽ ഞാൻ 50 ഇടാനായിട്ട് ശ്രമിക്കുന്നു? യെസ്, എ ഓഫ് 10. അങ്ങനെ ഒരു ഇൻഡെക്സേ ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു എക്സെപ്ഷനാണ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ടാണ്. ഇങ്ങനെ ഒരു അറേ ഇൻഡെക്സ് ഇല്ല. മനസ്സിലായോ? അതിനാണ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. ഓർക്കുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഓർക്കുക, അറേയിലെ എ, ഇൻഡെക്സിൽ ഐ, ഒ, ദെൻ ഔട്ടിൽ ഒ, ദെൻ ഓഫിൽ ഒ, ബൗണ്ട്സിൽ ബി, ദെൻ എക്സെപ്ഷനിൽ ഇ. ഇത്ര എന്ത് ചെയ്യുക? ക്യാപ്സ് ആക്കിക്കോണം. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, ഇഫ് യു ആർ ഇൻസേർട്ടിങ് എനി വാല്യൂ ഇൻ ദ റോങ് ഇൻഡെക്സിൽ വരുവാണെങ്കിൽ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യും. സോ ഇവിടെ നിങ്ങൾ സിനാരിയോ അങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് എക്സെപ്ഷൻ അങ്ങനെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ പഠിച്ച അർത്ഥമെറ്റിക് എക്സെപ്ഷൻ പഠിച്ചു നിങ്ങൾ, ദെൻ നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ പഠിച്ചു, ദെൻ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് പഠിച്ചു, ദെൻ നിങ്ങൾ വേറെ ഏതാ പഠിച്ചത്? യെസ്, നൾ പോയിൻ്റർ എക്സെപ്ഷൻ പഠിച്ചു. അപ്പം ഇത്ര എക്സെപ്ഷൻ ഒന്ന് മിനിമം അറിഞ്ഞിരിക്കുക. ഇതിൽ കൂടുതൽ എക്സെപ്ഷൻസ് ഉണ്ട്, നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട 4 എക്സെപ്ഷൻ മിനിമം എങ്കിലും അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? അർത്ഥമെറ്റിക് എക്സെപ്ഷൻ, നൾ പോയിൻ്റർ എക്സെപ്ഷൻ, നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ, ദെൻ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ട്രൈ ക്യാച്ച് ബ്ലോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചെല്ലാം നമ്മൾ നോക്കി. ഇനി നമുക്ക് ഫൈനലി കീവേഡ് നോക്കാം. പക്ഷേ ഈ ഫൈനലി കീവേഡിൻ്റെ അകത്ത് നമ്മൾ 3 കേസസ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് കണ്ടൻറ് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെ കണ്ടു? എന്താണ് എക്സെപ്ഷൻ എന്ന് കണ്ടു, എന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് കണ്ടു, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻ നമ്മൾ കണ്ടു, ഇനി എക്സെപ്ഷൻ കീവേഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു, അതിൽ ദെൻ കോമൺ സിനാരിയോസ് നോക്കി, അർത്ഥമെറ്റിക് എക്സെപ്ഷൻ, നൾ പോയിൻ്റർ എക്സെപ്ഷൻ, ദെൻ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ, നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ, പിന്നെ നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്കിനെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കണ്ടു. ഇതൊക്കെ ഞാൻ റൺ ചെയ്ത് പ്രോഗ്രാംസ് കാണിച്ചു തരാം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു തിയറി പാർട്ട് ഇപ്പം പഠിച്ചു, ജസ്റ്റ് അതിനെങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഫൈനലി കീവേഡിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.